Hello, dear friends. ഇംഗ്ലീഷ് +2 തുല്യത ക്ലാസ്സിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പഠിച്ചത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ദ ഗിഫ്റ്റ് എന്ന കഥയായിരുന്നു. ആ കഥ പകുതി ഭാഗം നമ്മൾ പൂർണ്ണമാക്കി കഴിഞ്ഞു. ബാക്കി ഭാഗത്തിലേക്ക്, അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നിരന്തരം വായിക്കുകയും അതിൻ്റെ പിൻഭാഗത്തുള്ള ചോദ്യങ്ങൾ സ്വയം ഉത്തരം എഴുതാൻ ശ്രമിക്കുകയും വേണം. തുടർച്ചയായ പ്രവർത്തനമായി ഇത് നടത്തിക്കൊണ്ടേയിരിക്കണം. നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പല പരിമിതികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ക്ലാസ് നിരന്തരം കേൾക്കുകയും അതിന് അനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കൊടുത്തിട്ടുള്ള അസൈൻമെൻറ്റ്സ്, അതായത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതൽ, അതുപോലെ തന്നെ അതിൻ്റെ ചില പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. അതിനെല്ലാം നമ്മൾ പിന്നീട് പരീക്ഷയ്ക്ക് ആവശ്യമായ രൂപത്തിൽ ക്രോഡീകരിച്ച് പിന്നെ നമ്മളത് കൃത്യമായി ഒരു ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതാമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞുള്ള നേരിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കും. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഈ ക്ലാസ് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ ക്ലാസ് കാണുന്നവർ ഇതിൻ്റെ 3 ക്ലാസ്സുകൾ ഉണ്ട്. ഇതിൻ്റെ ആദ്യ ക്ലാസ് ട്രാവൽ എന്ന് പറഞ്ഞ പോയത്തിൻ്റെ ക്ലാസ്സാണ്. അതിന് 2 ക്ലാസ് ഉണ്ട്. ഇതിപ്പം ഗിഫ്റ്റ് എന്നുള്ള ഈ പാഠഭാഗത്തിൻ്റെ ക്ലാസ്സാണ്. അതിലെ 2ാമത്തെ ഭാഗമാണ്. ഈ 2ാമത്തെ ഭാഗത്തോടു കൂടി ഗിഫ്റ്റ് എന്നുള്ള ഈ പാഠഭാഗം പൂർണ്ണമാകുന്നതായിരിക്കും. അപ്പോൾ ഇടയിൽ വെച്ച് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ചാനൽ ആ ലിങ്കിൽ അമർത്തി കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് മുന്നേ ഉള്ള ക്ലാസ്സുകളും കിട്ടുന്നതായിരിക്കും. അത് കാണാവുന്നതാണ്. Okay, we can start. Last time we stopped here, you may remember. A variety of flowering trees stood guard over the tombstones. The boughs of these trees made slow movements that reverberated as deep sighs. പലതരത്തിലുള്ള പൂക്കൾ ഉള്ള പലതരത്തിലുള്ള പുഷ്പവൃക്ഷങ്ങൾ ഈ ശവകുടീരങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്ന പലതരത്തിലുള്ള പൂമരങ്ങളുടെ ഇലകൾ വളരെ സാവധാനത്തിൽ ഇളകിക്കൊണ്ടിരുന്നപ്പോൾ ദീർഘമായ നിശ്വാസങ്ങളുടെ പ്രതിഫലനമാണ് എന്ന് തോന്നുന്ന തരത്തിൽ വളരെ സാവധാനത്തിൽ അവ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കലാകാരന്റെ ഭാവനയാണ്. യഥാർത്ഥത്തിൽ ഈ ടോംസ്റ്റോൺ, ഈ ശവകുടീരത്തിന്റെ മുകളിൽ പലതരത്തിലുള്ള പുഷ്പങ്ങളുള്ള പലതരത്തിലുള്ള പൂമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ സെമിറ്ററി. ആ പൂമരങ്ങളിലെ കൊമ്പുകൾ വളരെ സാവധാനത്തിൽ കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുമ്പോൾ കവിക്ക് തോന്നുകയാണ് ഈ ശവകുടീരത്തിൽ അടക്കപ്പെട്ട അല്ലെങ്കിൽ ശവകുടീരത്തിൽ അടക്കപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെ ദീർഘനിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഈ കൊമ്പിന്റെ ഈ കൊമ്പിന്റെ ചെറിയ ചലനങ്ങൾ എന്ന് കവിക്ക് തോന്നുകയാണ്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കാം. I could see long, seemingly endless rows of tombstones. ആ സെമിത്തേരിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് എൻഡ്ലെസ് റോസ് ഓഫ് ടോംസ്റ്റോൺസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ശവപ്പറമ്പിൽ അല്ലെങ്കിൽ ഒരു കബറിടത്തിൽ അല്ലെങ്കിൽ ഒരു സെമിറ്ററിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശവകുടീരങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടേ ഉണ്ടായിരിക്കും. ശവകുടീരങ്ങൾ പല ആൾക്കാരുടെ അടുത്തടുത്തടുത്തടുത്ത് മറവ് ചെയ്ത് അവസാനിക്കാത്തത്ര വലിയ സെമിത്തേരികളൊക്കെ ഉണ്ടാവും. ആ സെമിത്തേരികളിലൊക്കെ ഇങ്ങനെ മനുഷ്യരെ അടക്കം ചെയ്ത്
അപ്പോൾ അയാൾക്ക് തോന്നുകയാണ്, കവിക്ക് തോന്നുകയാണ്, സീമിംഗ്ലി എൻലെസ് റോസ് ഓഫ് ടോം സ്റ്റോൺസ്, അതായത് ഒരിക്കലും അവസാനിക്കാത്ത രീതിയിലുള്ള ഈ ഫലകങ്ങൾ, ഈ ശവകുടീരത്തിന്റെ പിൻഭാഗത്ത് വെക്കുന്ന കല്ലുകൾ. ചിലർക്ക് നമ്മളെ മുസ്ലിങ്ങളെ കബറിടത്തിൽ ഈസാങ്കല്ല്, മറ്റേ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർക്ക് കുരിശ്, അതുപോലെ തന്നെ ചില ഫലകങ്ങൾ, ഹിന്ദു മതവിശ്വാസത്തിലുള്ളവർക്ക് ചില കുടീരങ്ങൾ, എല്ലാം പല രീതിയിലാണ് പല മതസ്ഥർക്കും ശവകുടീരത്തിൽ ഉണ്ടാകും. അപ്പൊ അത്തരം ഇവിടെ ക്രിസ്ത്യാനിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്യൂബുകളുടെ മുകളിലുള്ളത് കുരിശും അതുപോലെ തന്നെ ഭംഗിയുള്ള ഫലകങ്ങളുമാണ്. അപ്പൊ അത് ഇയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഇത്രയും അങ്ങനെ അടുക്കി വെച്ച ഫലകങ്ങൾ അയാൾ ശ്രദ്ധിച്ചു. ഇത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. Above the stone were crosses like symbols that had put a final end to the lives of those who lay buried. ഈ എല്ലാ ശവകുടീരത്തിന്റെ കല്ലുകൾക്കും മുകളിൽ ഒരു കുരിശുണ്ട്. ആ കുരിശ് എന്താന്ന് വിചാരിച്ചാൽ മരിച്ചവരുടെ ജീവിതം പരിപൂർണമായിട്ട് അവസാനിപ്പിച്ചു. That had put a final end to the lives of those who lay buried. അടിയിൽ ഈ ശവകുടീരത്തിന് അടിയിൽ ഇരിക്കുന്നവരുടെ ജീവിതത്തിനെ അവസാനിപ്പിച്ചതിന്റെ ഒരു സിമ്പിൾ എന്നുള്ള നിലയ്ക്ക്, അവസാനിപ്പിച്ചതിന്റെ ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്ക് ആ കുരിശുകൾ അവിടെ നിലകൊള്ളുകയാണ്. Above the stone were crosses like symbols that had put a final end to the lives of those who lay buried. There were simple tombstones near marble ones. Dukes and lords and ordinary workers and laborers had been buried side by side. ശവകുടീരങ്ങളിൽ ബറി ചെയ്യപ്പെട്ടവരുടെ അല്ലെങ്കിൽ അടക്കം ചെയ്യപ്പെട്ടവരുടെ സാമ്പത്തിക സ്ഥിതിക്കും അവരുടെ സാമൂഹ്യമായിട്ടുള്ള അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള ശവകുടീരങ്ങളുണ്ട്. പാവപ്പെട്ടവന്റെ ശവകുടീരത്തിൽ വെച്ചിട്ടുള്ള ഫലകത്തിന് വില കുറഞ്ഞതും ഭംഗി കുറഞ്ഞതും ഒക്കെയാണ്. എന്നാൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവന്റെയും അല്ലെങ്കിൽ സാമ്പത്തികമായി ഉന്നതിയിലിരിക്കുന്നവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ശവകുടീരത്തിൽ വെച്ചിരിക്കുന്നത് വളരെ വലുതും ഭംഗിയുള്ളതുമായിട്ടുള്ള ഫലകങ്ങളായിരിക്കും. There were simple tombstones near marble ones. Dukes and lords and ordinary workers and laborers had been buried side by side. അവിടെ വ്യത്യാസമൊന്നുമില്ല. കബറിടത്തില് അല്ലെങ്കിൽ ഒരു ഗ്രേവ് യാർഡില് അല്ലെങ്കിൽ ഒരു ബറി ചെയ്യപ്പെടുന്ന ശവപ്പറമ്പില് അവിടെ ജാതി, മത, വർണ്ണ, വർഗ, ഇവിടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിറ്റിയുടെ ആധിപത്യമുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മാത്രം വസിക്കുന്ന ഇറ്റലിയിൽ ഈ സെമിത്തേരികളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രമാണ് അടക്കം ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ അടക്കം ചെയ്യുമ്പോൾ തന്നെ അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ സമ്പത്തുള്ളവനെന്നോ സമ്പത്തില്ലാത്തവനെന്നും എല്ലാവരും അവസാന കാലഘട്ടത്തിൽ ശവകുടീരത്തിൽ ശവപ്പറമ്പിലേക്ക് എടുക്കുമ്പോഴേക്ക് തുല്യരാണ്. അതുകൊണ്ട് തന്നെ Dukes and there were simple tombstones near marble ones. മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ ഭംഗിയുള്ള ടോമിന് അടുത്ത് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോമുണ്ട്, ശവകുടീരമുണ്ട്. Dukes and lords and ordinary workers and laborers had been buried side by side. പ്രഭുക്കന്മാര്, അവിടുത്തെ രാജഭരണത്തിൽ ഏർപ്പെടുന്ന ഡ്യൂക്കുമാര്, അതായത് ഉന്നത ഒരു സ്ഥാനമാണ് ഡ്യൂക്ക്. ആ ഡ്യൂക്കുമാര്, സാധാരണ തൊഴിലാളികൾ എല്ലാവരും അടുക്കടുക്കായിട്ട് അടുത്തടുത്തായിട്ടാണ് ശവകുടീരത്തിൽ ബറി ചെയ്തിരിക്കുന്നത്. സോഷ്യലിസം നടപ്പാകുന്ന ഏക സ്ഥലമാണ് ഈ ശവപ്പറമ്പ്, ഈ സെമിത്തേരി. Next to a marble tomb on which the various honors and titles that the deceased had been awarded were listed was the shadow of the wooden cross atop the tomb of an unknown person. അതായത് ഒരാളുടെ മാർബിൾ ടോംബിന്റെ മുകളിൽ on which the various honors and titles that the deceased had awarded were listed was the shadow of the wooden cross atop the tomb of an unknown person. തൊട്ടടുത്തുള്ള ഒരു ശവകുടീരത്തിലെ കുരിശിന്റെ നിഴലിലാണ് ഇപ്പുറത്തുള്ള ശവകുടീരത്തിൽ വലിയൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയവന്റെ അല്ലെങ്കിൽ അയാളുടെ നേടിയ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ട മാർബിൾ ഫലകമുള്ള ആ ടോംബിലേക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഈ പാവപ്പെട്ടവന്റെ ഈ കുരിശിൽ നിന്ന് വരുന്ന നിഴല് പതിക്കുന്നുണ്ട്.
അപ്പൊ അതാണ് ശവകുടീരത്തിൽ ശവങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഈ നമ്മളെ ഈ സെമിറ്റേരിയിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ്, എ മാർബിൾ ടോംബ് ഓൺ വിച്ച് ദ വേരിയസ് ഹോണേഴ്സ് ആൻഡ് ടൈറ്റിൽസ് ദാറ്റ് ദ ഡിസീസ്ഡ് ഹാഡ് ബീൻ അവാർഡഡ് വേർ ലിസ്റ്റഡ്. അയാൾക്ക് കിട്ടിയിട്ടുള്ള വലിയ ഉന്നതമായ ഹോണറുകൾ, ഉന്നതമായ അവാർഡുകൾ, ഉന്നതമായ മലയാളത്തിൽ എന്താ പറയാ, ഉന്നതമായ അയാളുടെ ഹോണേഴ്സ്, അയാൾക്ക് കിട്ടിയിട്ടുള്ള ഉന്നതമായിട്ടുള്ള അയാളെ പല ആൾക്കാരും അഭിനന്ദനങ്ങൾ. അപ്പൊ ആ അഭിനന്ദനങ്ങൾ, അതിനുള്ള ഫലകങ്ങൾ, അതിനുള്ള സാധനങ്ങൾ, അതിന് കിട്ടിയിട്ടുള്ള പേരുകൾ, ഇപ്പൊ ഡ്യൂക്ക്, ആർച്ച് ഓഫ് ഡ്യൂക്ക്, അല്ലെങ്കിൽ കവി തിലകം എന്നുള്ള പറഞ്ഞ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തത് വാസ് ദ ഷാഡോ ഓഫ് ദ വുഡൻ ക്രോസ് അറ്റോപ്പ് ദ ടോംബ് ഓഫ് എൻ അൺനോൺ പേഴ്സൺ. അത് എന്തിനാണ് അതിന്റെ മുകളിലേക്ക് അടിക്കുന്നത്? ഒന്നും അറിയാത്തൊരു, അതോ ആരോലും അറിയപ്പെടാത്തൊരു ചങ്ങായിന്റെ ടോമിന്റെ മുകളിലുള്ള കുരിശിന്റെ നിഴൽ അതിലേക്ക് പതിക്കുന്നു. അപ്പൊ അതിനൊക്കെ മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ, ഈ ശവകുടീരത്തെ സംബന്ധിച്ചിടത്തോളം, ശവപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം വലുത് ചെറുത് എന്നുള്ള കാഴ്ചപ്പാടുകളൊന്നും ബാധകമല്ല. അവിടെ എത്തുമ്പോൾ എല്ലാവരും തുല്യമാണ്. ദ ടോംബ് ഓഫ് എ വെർജിൻ മൈറ്റ് ലൈ ക്ലോസ് ടു ദാറ്റ് ഓഫ് എ ബുച്ചർ. നമുക്കറിയാം, ചിലപ്പം വളരെ വെർജിനായിട്ടുള്ള, വളരെ ഒരു കന്യകയുടെ ശവകുടീരത്തിനടുത്ത് വേണമെങ്കിൽ ഒരു അറവുകാരന്റെ ശവം കിടക്കാം ഇവിടെ. അപ്പം ഈ ശവകുടീരത്തിനടുത്ത് കിടക്കുമ്പം ഒരു കന്യകയുടെ അടുത്ത്, ഒരു വെർജിന്റെ അടുത്ത് വേണമെങ്കിൽ ഒരു ബുച്ചറുടെ, ഒരു ഇറച്ചി വെട്ടുകാരന്റെ ശവകുടീരമായിരിക്കാം. ദ ടോംബ് ഓഫ് എ വെർജിൻ മൈറ്റ് ലൈ ക്ലോസ് ടു ദാറ്റ് ഓഫ് എ ബുച്ചർ. അങ്ങനെ വരാം. Altogether, the cemetery was a stage of which the light and the shade play of life's mystery was enacted. സെമിത്തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചത്തിന്റെയും നിഴലിന്റെയും ഒരു രംഗവേദിയാണ്. എന്താണ് സെമിത്തേരി എന്ന് പറഞ്ഞാൽ? വെളിച്ചവും നിഴലും ജീവിതത്തിന്റെ നിഗൂഢതകൾ എനാക്ട് ചെയ്യപ്പെടുന്ന, ജീവിതത്തിന്റെ നിഗൂഢതകൾ നാടകവൽക്കരിക്കപ്പെട്ട്, അല്ലെങ്കിൽ നാടകീയമായി നിഴലുകളും വെളിച്ചങ്ങൾ കൊണ്ടും അവതരിപ്പിക്കപ്പെടുന്ന ഒരു സ്റ്റേജ് മാതിരിയാണ് യഥാർത്ഥത്തിൽ സെമിത്തേരി. ജീവിതത്തിന്റെ നിഗൂഢതകളാണ് നിഴലിന്റെയും വെളിച്ചവും കൂടി ഇവിടെ ഒരു നാടക രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് ആക്ട് ചെയ്യപ്പെടുന്ന അഭിനയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് സെമിത്തേരി. There was always a crowd of people who come with flowers to remember the dead of the anniversary of their death. അവിടെ ധാരാളം ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും ഓരോരുത്തരുടെ ഓർമ്മദിനങ്ങളായിരിക്കും, മരിച്ച ദിനങ്ങളായിരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ഒരാളുടെ നിയേഴ്സിന്റെയോ മരണദിനമാണെങ്കിൽ മറ്റുള്ള ദിവസം വേറെ ആളുകളായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏത് സമയത്തും അവിടെ കാഴ്ചക്കാരുടെ, അല്ലെങ്കിൽ അവിടെ സന്ദർശകരുടെ ഒരു ഒഴുക്കായിരിക്കും. There was always a crowd of people who come with the flowers to remember the dead on the anniversary of their death. അവരുടെ മരണത്തിന്റെ ഓർമ്മ നാളിൽ, മരണത്തിന്റെ വാർഷികത്തിൽ അവരെ കുറിച്ച് ഓർമ്മിക്കുന്നതിന് വേണ്ടി, അവരോടുള്ള ഓർമ്മ, അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു പിടി പൂക്കൾ അർപ്പിക്കുന്നതിന് വേണ്ടി ജനക്കൂട്ടം ഈ സെമിത്തേരിയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. റിമെമ്പർ ദ ഡെഡ് ഓൺ ദ ആനിവേഴ്സറി ഓഫ് ദ ഡെത്ത്. അവരുടെ മരണത്തിന്റെ ആനിവേഴ്സറി, മരണത്തിന്റെ വാർഷികത്തിന്റെ അന്ന് അവരെടുത്ത് പോയി മരിച്ചവരെ ഓർമ്മിച്ച് അവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഈ മരിച്ചവരുടെ ബന്ധുക്കളുടെ ഒരു തിരക്ക് ഏത് സമയത്തും ഉണ്ടാകും. There was always a crowd of people who came with the flowers to remember the dead of the anniversary of their death. The son at the tomb of the father at the tomb of the son. ആരൊക്കെയായിരിക്കും അവിടെ വരിക? മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ മകൻ വരും. അകാലത്തിൽ മരിച്ചുപോയ മകന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ അച്ഛൻ വരും. The son at the tomb of the father at the tomb of the son. The lover to erupt a sighting
sigh over the memories of his love. പിന്നെ ഒരു കാമുകൻ പിന്നെ തൻ്റെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവന് വേണ്ടി, ഒരു കാമുകിയോ കാമുകനോ, ഒരു സ്നേഹിക്കുന്ന ഒരാൾ, ഒരു പ്രേമിക്കുന്ന ഒരാൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ കാമുകന്റെയോ കാമുകിയുടെയോ, കാമുകനാണെങ്കിൽ കാമുകിയാണ് മരിച്ചതെങ്കിൽ കാമുകിയുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി, കാമുകി ചെല്ലുന്നത് കാമുകനാണ് മരിച്ചതെങ്കിൽ അവന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി എന്നവിടെ വെച്ചിട്ട് ആ സ്നേഹത്തെക്കുറിച്ച് ആലോചിക്കാനും അതിനെക്കുറിച്ച് ദീർഘനിശ്വാസം വിടുന്നതിനും വേണ്ടിയിട്ട് അവിടെ എത്തുന്നുണ്ട്. സൺ ദ ലവർ ടു ഇറപ്റ്റ് ഇൻ സൈസ് ഓവർ ദ മെമ്മറീസ് ഓഫ് ഹിസ് ലവ്. അവർ ദീർഘനിശ്വാസത്തോടു കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഒരു സങ്കടപരാമർശ. ദ ഗേൾ ടു ഓഫർ ടിയർഫുൾ ട്രൈബ് ടു ഹെർ ബിലവഡ്. മരിച്ചുപോയ തൻ്റെ പിന്നെ കാമുകനെ ഓർത്ത്, അല്ലെങ്കിൽ മരിച്ചുപോയ തൻ്റെ ഭർത്താവിനെ ഓർത്ത് പെണ്ണ് പിന്നെ അവർക്ക് കണ്ണുനീരിലണിഞ്ഞ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടാവും. ദ ഗേൾ ടു ഓഫർ, അവർ വരുന്നുണ്ടാവും. ദ ഗേൾ ടു ഓഫർ ടിയർഫുൾ ട്രൈബീസ് ടു ഹെർ ബിലവഡ്. അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചാൽ, ഒരു സെമിത്തേരിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളവിടെ ഓർമ്മപ്പൂക്കൾ, അവരുടെ മരണവാർഷികത്തിൽ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ അച്ഛൻ പിന്നെ മകന്റെ ശവകുടീരം കാണാൻ പോകും, മകൻ അച്ഛന്റെ ശവകുടീരം കാണാൻ പോകും, അമ്മ പിന്നെ ഭാര്യ ഭർത്താവിന്റെ ശവകുടീരം കാണാൻ പോകും, ഭർത്താവ് ഭാര്യയുടെ ശവകുടീരം കാണാൻ പോകും, മരിച്ച പിന്നെ കാമുകന്റെ പിന്നെ ശവകുടീരം കാണുന്നതിന് വേണ്ടി കാമുകി പോകും, മരിച്ച കാമുകിയുടെ ഇത് കാണുന്നതിന് കാമുകൻ പോകും. അങ്ങനെ പല സന്ദർഭങ്ങളും നമുക്ക് നേരിട്ട് അറിയുന്നതന്നെ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ, അത് സൂക്ഷ്മമായൊരു നിരീക്ഷണമാണ് ഈ കഥാകാരൻ ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ ഒബ്സർവ് ചെയ്തതിന് ശേഷം വേണം കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നമുക്ക് അവതരിപ്പിച്ചു. ദ വൈഫ് വിത്ത് എ ബൊക്കെ ഓഫ് ലവ് ഫോർ ദ ഡെഡ് ഹസ്ബൻഡ്. ഭാര്യ മരിച്ച ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു ബൊക്കയുമായിട്ട് കടന്നു പോകുന്നുണ്ടാവും. The aged husband offering his shirt at the tomb of his long dead beloved. വയസ്സായ അച്ഛൻ തന്തപ്പടി വടിയും കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. എന്തിനാണ്? ഓഫറിങ് ഹിസ് ഹേർട്ട്, തൻ്റെ ഹൃദയം വളരെ മുന്നേ മരിച്ചുപോയ തൻ്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സ്മരണകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു വൃദ്ധൻ കടന്നു വരുന്നുണ്ടാവും. യെസ്, സെമിറ്ററീസ് കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ സൈലന്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ്. സെമിറ്റേരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള ഒരു സ്ഥലമല്ല, അതിതീവ്രമായ വികാരങ്ങളുടെ യുദ്ധം നടക്കുന്ന ഒരു യുദ്ധഭൂമിയാണ്. വികാരങ്ങളെ യുദ്ധം നടക്കുന്ന ഒരു ശാന്തമായ നിശബ്ദമായ യുദ്ധഭൂമിയാണ് യഥാർത്ഥത്തിൽ സെമിറ്ററികൾ. സെമിറ്ററികൾ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നത് ഒരു യുദ്ധഭൂമിയാണ്. ഏത്? പവർഫുൾ ഇമോഷൻസ്. പലർക്കുള്ള സ്നേഹം, ഓർമ്മ, മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ അടുത്തവർ, ഡിയേഴ്സ്, ബന്ധുക്കൾ, മരിച്ചുപോയവരുടെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഓഫർ ചെയ്യുന്ന ഒരു ആ തരത്തിലുള്ള ആൾക്കാരുടെ ഒരു അതിതീവ്രമായ വികാരങ്ങളുടെ ഒരു യുദ്ധസ്ഥലമാണ്, നിശബ്ദമായ ഒരു യുദ്ധസ്ഥലമാണ് ശരിക്കും സെമിത്തേരി. പുറമേന്ന് നോക്കുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പുറമേന്ന് നോക്കുമ്പോൾ സെമിത്തേരി ഓക്കെയാണ്. പുറമേന്ന് നോക്കുന്ന സമയത്ത് സെമിത്തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു സംഭവമാണ്. എന്നാൽ സെമിത്തേരി യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അതൊരു നിശബ്ദമായ യുദ്ധഭൂമിയാണ്. വികാരങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധഭൂമിയാണ്. I was standing under the shade of a poplar tree, a mute observer. The bouquet was still in my hands. I was not able to decide where to place it. It was then that I saw an old lady with a huge bouquet cradled in her arms, and old man with a walking stick followed her. They came towards the tree
I could then see that the old man was carrying a new toy, an airplane of silvery white color. അപ്പോൾ നമ്മളെ കഥാകാരൻ, I was standing under the shade of a poplar tree, a mute observer. നിശബ്ദനായിട്ട് ഇതിനൊക്കെ മൂകസാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു പോപ്ലർ മരത്തിന്റെ ചുവട്ടിൽ, ഐ വാസ് സ്റ്റാൻഡിങ് അണ്ടർ ദി ഷെയ്ഡ്, പോപ്ലർ മരത്തിന്റെ തണലിൽ ഞാൻ അവിടെ നിൽക്കുകയാണ്. പോപ്ലർ എന്ന് പറഞ്ഞാൽ പൂവുണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഇറ്റലിയിലുള്ള ഒരു തരം മരമാണ്. അതിന്റെ കായയിൽ നിന്ന് ഈ പരുത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടും, പൂവുണ്ടാവുകയും ചെയ്യുന്ന ഒരു മരമാണ് പോപ്ലർ ട്രീ. ആ പോപ്ലർ ട്രീയുടെ നിഴലിൽ, അതിന്റെ തണലിൽ ഞാൻ നിൽക്കുകയാണ്, മൂകസാക്ഷിയായ ആ പോപ്ലർ ട്രീയുടെ. ഒന്നും ശബ്ദിക്കാതെ ഈ മരണവും ഈ മരണമെല്ലാം മരിക്കുന്നതും അടക്കം ചെയ്യുന്നതും അവരുടെ നിലവിളികളും വരുന്നവരുടെ സങ്കടങ്ങളും എല്ലാം മൂകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ട്രീയുടെ, ആ മരത്തിന്റെ നിഴലിന്റെ, ആ മരത്തിന്റെ തണലിൽ ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴും the bouquet was still in my hands. ഷെല്ലിയുടെ ശവകുടീരത്തിൽ വെക്കുന്നതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആ ബൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ കൈ ഇപ്പോഴും ഞാൻ ആ ബൊക്കെ പിടിച്ചിരിക്കുകയാണ്. I was not able to decide where to place it. എവിടെയാണ് ഞാൻ ഈ ബൊക്ക വെക്കേണ്ടത് എന്ന് എനിക്കൊരു കൺഫ്യൂഷനായി. എവിടെയാണ് വെക്കേണ്ടത് എനിക്ക് തീരുമാനിക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ ബന്ധുക്കളാരും ഇവിടെ ഇല്ല, എൻ്റെ പ്രിയപ്പെട്ടവരാരുമില്ല. എനിക്കറിയുന്നത് എൻ്റെ പ്രിയപ്പെട്ട കവി ഷെല്ലിയുടെ ശവകുടീരം ഇവിടെ ഉണ്ട് എന്ന് നിലക്കാണ് ഞാനിവിടെ വന്നത്. അത് ദൂരെയാണ് എന്ന് എന്നോട് വാച്ച്മാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ തിരിച്ചു പോകുമ്പോഴേക്ക് സൺസെറ്റ് ആകുമ്പോൾ സൂര്യാസ്തമിച്ചതുകൊണ്ട് എനിക്ക് അവിടെ അത് വെക്കാനോ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനോ സാധിക്കാത്തത് കൊണ്ട് ഞാനത് കയ്യിലെടുത്തു. അതുകൊണ്ട് പിന്നെ ഞാൻ എവിടെ വെക്കും? ആരാണ് എനിക്കിവിടെ പ്രിയപ്പെട്ടവരുള്ളത്? അങ്ങനെ ഞാനിങ്ങനെ എവിടെ വെക്കണമെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുകയായി. അപ്പൊ എന്ത് കണ്ടു? ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ സോ ആൻ ഓൾഡ് ലേഡി വിത്ത് എ ഹ്യൂജ് ബൊക്കെ ക്രാലിംഗ് ഇൻ ഹർ ആംസ്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഒരു വളരെ വയസ്സായ ഒരു സ്ത്രീ ഒരു വലിയ ബൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നു. ആൻ ഓൾഡ് മാൻ വിത്ത് എ വാക്കിംഗ് സ്റ്റിക്ക്. അയാളുടെ ഒപ്പം വയസ്സായ ഒരാളും ഉണ്ട്, ഒരു വടി കുത്തി പിടിച്ച് നടക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് അയാളുണ്ട്. ഫോളോഡ്, അയാളെ പിന്തുടർന്ന് വരുന്നുണ്ട്. അതായത് അവർ രണ്ടാളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ശ്മശാനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഓൾഡ് മാൻ ആൻഡ് ഓൾഡ് വുമൻ, ദ ഓൾഡ് മാൻ വിത്ത് എ വാക്കിംഗ് സ്റ്റിക്ക് ആൻഡ് ദ ഓൾഡ് വുമൻ വിത്ത് എ ബിഗ് ബൊക്കെ ക്രാഡൽ, കയ്യിൽ തൂക്കിക്കൊണ്ട് ബൊക്കെ ആയിട്ട് വരും. ദേ കെയിം ടുവേർഡ്സ് ദ ട്രീ. ഈ മരത്തിനടുത്തേക്ക് വന്നു, പോപ്ലർ മരത്തിനടുത്തേക്ക് വന്നു. ഐ കുഡ് then see that the old man was carrying a new toy. അപ്പോഴാണ് എനിക്ക് കാണാൻ സാധിച്ചത് ആ വയസ്സായ ആളുടെ കയ്യിൽ ഒരു ടോയ് എയർപ്ലെയിൻ ഉണ്ട്, ഓഫ് സിൽവറി വൈറ്റ് കളർ, വെള്ളിക്കളറുള്ള ഒരു ചെറിയ എയർപ്ലെയിൻ കളിപ്പാട്ടം, എയർപ്ലെയിൻ കളിപ്പാട്ടം അയാളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇയാളിങ്ങനെ അത്ഭുതപ്പെടും, എങ്ങനെയാ ഒരാളടുത്ത്, സ്ത്രീയുടെ അടുത്ത് ഒരു ബൊക്കെ, ബിഗ് ബൊക്കെ, ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഇയാളെടുത്ത് വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് നടന്നു വരികയാണ്. അപ്പൊ അയാളുടെ അടുത്ത് സിൽവർ കളറിലുള്ള ഒരു എയർപ്ലെയിൻ കളിപ്പാട്ടം. They stopped at a small grave. Flowering creepers grew beside it. The old lady placed the bouquet to one side and cleaned the tombstone. The old man picked up all the dry flowers and leaves lying around and threw them away. Then the old woman placed the bouquet at the head of the tombstone and ran her hand over it as if she were affectionately patting a small boy. The old man wound up the toy plane and placed it on the ground, where it began to run around, making quite a din. അവർ പിന്നെ എന്ത് ചെയ്തു? They stopped at a small grave.
അവർ നടന്നു ചെന്നിട്ടൊരു വളരെ ചെറിയ ഒരു ഗ്രേവിൻ്റെ അടുത്തൊരു ശവകുടീരത്തിനടുത്തെത്തി. ഫ്ലവറിങ് ക്രീപ്പേഴ്സ് ഗ്രൂ ബിസൈഡ് ഇറ്റ്. ചെറിയ കുറ്റിച്ചെടികൾ, പൂക്കളുള്ള ചെറിയ തരത്തിലുള്ള വള്ളികൾ അതിന് ചുറ്റും ഇങ്ങനെ പടർന്നു വന്നിരുന്നു. ഫ്ലവറിങ് ക്രീപ്പേഴ്സ് ഗ്രൂ ബിസൈഡ് ഇറ്റ്. The old lady placed a bouquet to one side and cleaned the tombstone. ആ ഓൾഡ് ലേഡി ആ ടോംസ്റ്റോൺ അതിൻ്റെ മുകളിൽ ആ വലിയ ബൊക്കെ വെച്ചു. എന്നിട്ട് വളരെ സാവധാനത്തിൽ ആ ടോംബിൻ്റെ ആ ശവകുടീരത്തിൽ മുകളിൽ പതിച്ചിരിക്കുന്ന ആ ഫലകത്തെ വൃത്തിയാക്കാൻ തുടങ്ങി. Said clean. The old lady placed the bouquet on the side of the on one side and cleaned the tombstone. നല്ല വൃത്തിയാക്കി. ആ ബൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഈ ടോംസ്റ്റോൺ വൃത്തിയാക്കി. The old man picked up all the dry flowers and leaves laying around and threw them away. വയസ്സായ മനുഷ്യൻ നിന്ന് ശവകുടീരത്തിന് ചുറ്റും ഉൾട്ടിട്ടുള്ള ഇലകളൊക്കെ എടുത്ത് മെല്ലെ പുറത്തെടുത്ത് വൃത്തിയാക്കി. Then the old woman placed a bouquet at the head of the tombstone and ran her hand over it as if she were affectionately patting a small boy. ആ ബൊക്കെ ആദ്യം അവർ വന്നു, സൈഡൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം, ടോമിൻ്റെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ബൊക്കെ ഒരു സൈഡിൽ വെച്ചു. ഓൾറെഡി ക്ലീൻഡ് tombstone and the old man picked up all the dry leaves here and there and throw it outside near the tomb and thrown it outside, thrown it some distance away. And the old woman put the bouquet on the head of the tomb and she slowly rubbed the tombstone, head of the tomb, ran her hand over it, മെല്ലെ വിരലുകളിൽ ഇങ്ങനെ ഓടിച്ചു. As if she is patting a small boy, ചെറിയൊരു കുട്ടിയെ താലോലിക്കുന്നത് പോലെ ആ ബൊക്കെ അവിടെ വെച്ചതിന് ശേഷം അങ്ങനെ കൈകൊണ്ട് ഈ വയസ്സായ സ്ത്രീ ഓൾഡ് ലേഡി തലോടി. As if she were affectionately patting a small boy. The old man wound up the toy plane and placed it on the ground where it began to run around, make quite a din. വയസ്സായ മനുഷ്യൻ എന്ത് ചെയ്തു? അയാളുടെ കയ്യിലുള്ള ടോയ് എയർപോർട്ടിന് ചാവി കൊടുത്ത് നന്നായിട്ട് വൈൻഡ് ചെയ്തതിന് ശേഷം ഈ ടോമിൻ്റെ മുകളിൽ വെച്ചു. ചാവി കൊടുത്ത എയറോപ്ലെയിനിൻ്റെ കളിപ്പാട്ടം ആ ടോമിൽ ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ക്ലീനുള്ളത് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഡിൻ, മേക്ക് എ ഡിൻ അറൗണ്ട്, മേക്കിംഗ് എ ക്വൈറ്റ് എ ഡിൻ. ഡിൻ എന്ന് പറഞ്ഞാൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ശബ്ദം. അൺപ്ലസൻ്റ് ആയിട്ടുള്ള ശബ്ദമാണല്ലോ, ക്ലീനർ ഓട്ടയാണ് ഉണ്ടാവുക. ആ ഓട്ടയായിട്ട് ഇതിലിങ്ങനെ ചുറ്റാൻ തുടങ്ങി. The old man gave a satisfied smile, got up and placed the toy among the flowering creepers. Turn around, make it. The old man gave a satisfied smile, got up and placed the toy among the flowering creepers. അത് കഴിഞ്ഞ ശേഷം അയാൾക്ക് നല്ല സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി അയാൾ എണീറ്റു. ആ ടോയിന് അടുത്തുള്ള പൂക്കളുള്ള ആ ക്രീപ്പേഴ്സിന് മുകളിൽ എടുത്തു വെച്ചു. Chico born not rain. He bade Chico good night. ആ ശവകുടീരത്തിൽ കിടക്കുന്ന ആളെ പേരാണ് ചിക്കോ. ഇവരുടെ മകനാണ് ചിക്കോ. ചിക്കോ ഗുഡ് നൈറ്റ്, ബെയ്ഡ് ഗുഡ് നൈറ്റ്. സന്ധ്യയായപ്പം പിരിഞ്ഞു പോകുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന വാക്കാണ് ഗുഡ് നൈറ്റ്. അതിലുണ്ടൊരു ഡിഫറൻസ്. whenever you see a person after 6 o'clock, you can say good evening. But when you bade, യാത്ര പറഞ്ഞു പിരിയുമ്പോൾ you say good night. Even it is at 8 o'clock or 9 o'clock, when you say bade, അതായത് യാത്ര പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഗുഡ് നൈറ്റ്. അപ്പോൾ മാത്രമേ നമ്മൾ ഗുഡ് നൈറ്റ് ഉപയോഗിക്കൂ. അല്ലെങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്താ വെച്ചാൽ ഗുഡ് ഈവനിങ്. ഓക്കെ. Our bade Chico good night. The lady also got up and bade Chico good night. അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. The old couple went away from the without having shed any tear or made any sense.
ഒരു സീൻ ഉണ്ടാക്കാതെ, നമ്മളെ കൊച്ചിക്കാര് പറയണ ഒരു മച്ചാനെ സീൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി, ഒരു സീൻ ഉണ്ടാക്കാതെ നിലവിളിപ്പ് പിന്നെ കണ്ണുനീര് പോലും പൊഴിക്കാതെ അവരവിടെ നിന്ന് പോയി. ആഫ്റ്റർ ദ ഡിസപ്പിയർഡ് ഫ്രം വ്യൂ. ഇതൊരു വിചിത്രമായ കാഴ്ചയാണ്. അവരവിടുന്ന് ആഫ്റ്റർ ദ ഡിസപ്പിയർഡ് ഫ്രം വ്യൂ I slowly approached the grave and read what was etched. The Chico Pisani, born 1906, death 1915. So the old couple was coming to see the bedroom of their son who had died 35 years ago. They might be led by the belief that their 9-year-old son was lying asleep there. They did not seem to realize that if their son were alive, he would have been a middle-aged man of 44 years. For them, Chico would always be a small boy, crazy about new toys. After they disappeared from you, അവർ പോയപ്പോൾ എനിക്കിങ്ങനെ ഒരു തോന്നൽ, എന്താ ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ടോയ് ഒക്കെ അവിടെ വെച്ച് പോകുന്നത്. ഐ സ്ലോലി അപ്രോച്ച് ദ ക്രീവ്. പതുക്കെ ഞാൻ ആ കുടീരത്തിലേക്ക് ചെന്നു. ആൻഡ് റെഡ് വാട്ട് വാസ് എച്ച്ഡ് ദേർ. അവിടെ കൊത്തിവെച്ചത് എന്താണെന്ന് വായിച്ചു. Chico Pisani, born on 1906, ജനനം 1906, മരണം death 1950. So the old couple was coming to see the bedroom of their son. 35 കൊല്ലം മുന്നേ മരിച്ചുപോയ തൻ്റെ മകന്റെ കിടപ്പറ കാണാൻ വേണ്ടി വൃദ്ധനായ അച്ഛനും അമ്മയും വന്നതാണ്. 35 കൊല്ലപ്പെട്ട് മരിച്ചുപോയി. They might be led by the belief that their 9-year-old son was lying asleep there. അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് 9 വയസ്സായപ്പോഴാണ് മരിച്ച ആ കുട്ടി ഇപ്പോഴും 9 വയസ്സിൽ തന്നെ നിന്ന് നിലകൊണ്ട് ആ ശവകുടീരത്തിൽ കിടന്നുറങ്ങുകയാണ് എന്നുള്ളതാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വാസം. ഇപ്പോഴും അവരുടെ വിശ്വാസം. ഇപ്പം നമ്മൾ തന്നെ മരണപ്പെട്ടവർ, ചെറിയ നമ്മളെ അടുത്ത അനിയന്മാരോ മക്കളോ അല്ലെങ്കിൽ ചെറിയ ആൾക്കാർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, 9 വയസ്സുള്ള കുട്ടിയോ അല്ലെങ്കിൽ 8 വയസ്സുള്ള കുട്ടിയൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവൻ കുട്ടിയാണ് അല്ലെങ്കിൽ അവൾ കുട്ടിയാണ്. ഒരിക്കലും അവർ വളരുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അപ്പൊ ഏത് കാലഘട്ടത്തിലും മരിച്ചു പോയപ്പോൾ 30 കൊല്ലം മുന്നേ മരിച്ചുപോയ ഒരു അനിയനെയോ അല്ലെങ്കിൽ അനിയത്തിയോ അല്ലെങ്കിൽ മകനെയോ മകളെയോ ഓർക്കുന്ന ഒരാൾ അവർക്കപ്പോഴും ആ പ്രായത്തിലുള്ള അവസ്ഥയിലേ അവൾ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അവൾ വളർന്നൊരു തള്ളയായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു തന്തയായിട്ടുണ്ടാവും എന്നുള്ളത് ഓർക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ രക്ഷിതാക്കൾ വിശ്വസിച്ചിരുന്നത് ഇപ്പോഴും ആ കുട്ടി, എൻ്റെ കുട്ടിക്ക് 9 വയസ്സ് തന്നെയാണ്. They did not seem to realize that their son were alive. He would have been a middle-aged man. എൻ്റെ മകൻ ജീവിച്ചിരുന്നെങ്കിൽ, ചിക്കോ പിസാനി ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അയാൾക്ക് 44 വയസ്സുള്ള ഒരാളായുമായിരുന്നു അയാൾ എന്നുള്ള ചിന്തയൊന്നും ഇവർ വാദിക്കുന്നില്ല. ഇവരെ ചിന്തിക്കുന്നത് ഇപ്പോഴും എൻ്റെ ചെറിയ കുട്ടി ചിക്കോ പിസാനി, 9 വയസ്സുള്ള ചിക്കോ പിസാനി ഇപ്പോഴും 9 വയസ്സിൽ തന്നെ ഈ ശവകുടീരത്തിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഫോർ ദം ചിക്കോ വുഡ് ഓൾവേസ് ബി എ സ്മോൾ ബോയ്. എപ്പോഴും ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ അബൌട്ട് ക്രേസി, പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ വേണം എന്ന് കരഞ്ഞ് വാശി പിടിക്കുന്ന 9 വയസ്സുകാരനായ ചിക്കോ പിസാനി അതേ രൂപത്തിൽ തന്നെ കടക്കുകയാണ് എന്നുള്ളതാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും വിചാരം. അല്ലാതെ അത് കാലങ്ങൾ കടന്നുപോയിരുന്നു, അയാൾ ജീവിച്ചിരുന്നെങ്കിൽ 44 വയസ്സായ ഒരു മധ്യവയസ്കനാവുമായിരുന്നെന്നോ അയാൾക്ക് ആ സമയത്ത് കളിപ്പാട്ടങ്ങളിലൊന്നും താല്പര്യം ഉണ്ടാവുകയില്ലെന്നോ അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഈ അച്ഛനും അമ്മയും ബാധിക്കുന്നില്ല. അച്ഛനമ്മയും മരിച്ചുപോയ 9 വയസ്സുകാരനായ എൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങൾ ഇഷ്ടപ്പെടുന്നവനെ അവൻ്റെ ശവകുടീരത്തിൽ വന്ന് പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ അവൻ്റെ ഓർമ്മ ദിനത്തിൽ സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവർ തിരിച്ചു വന്നു. I placed my bouquet at the tomb that had immortalized Chico's childhood. ചിക്കോ പിസാനിയുടെ ബാല്യകാലത്തെ അനശ്വരമാക്കിയ, അതായത് ആ ബാല്യകാലം മരിക്കുന്നില്ല. ചിക്കോ പിസാനിയുടെ ബാല്യകാലം ഒരിക്കലും മരിക്കുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞാലും ചിക്കോ പിസാനി വയസ്സായി എന്നുള്ളതൊന്നും ഈ അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയും. അപ്പൊ ചിക്കോ പിസാനിയുടെ ബാല്യകാലത്തെ അനശ്വരമാക്കിയിട്ടുള്ള ആ ശവകുടീരത്തിന് മുന്നിൽ ആണ് ഞാൻ എൻ്റെ ഈ ബൊക്ക, എവിടെയാണ് എൻ്റെ ഈ ബൊക്ക വയ്ക്കുക എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു കലാകാരൻ എസ് കെ പൊറ്റക്കാട്. അദ്ദേഹം അപ്പം ഇത് കണ്ടപ്പോൾ അയാൾക്ക് തോന്നി, ഈ കുട്ടിയുടെ ബാല്യകാലം അനശ്വരമാക്കിയ ഈ ശവകുടീരത്തിൽ തന്നെ ഇരിക്കട്ടെ എൻ്റെ ബൊക്ക. ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി. നൗ
There are in textbook, you can see a read and respond portion. You can read and respond. Think and write portion. You think and write. Try to write. ഞാൻ നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിരന്തരമായിട്ട് നിങ്ങൾ ഇത്ര സ്റ്റാൻഡേർഡ് ചെയ്തോളണം, ഇന്ന രീതി ചെയ്തോളാം. Try to write something. Try to rewrite at least some paragraphs from the passage. Try to read as much as English literature. If you come across somebody gets some English newspaper or something like that, you try to read it. Try to understand that. Try to understand the meaning of some words also. And another thing is that there are, ഇപ്പോൾ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ മരണത്തിന്റെ ഈ കല്ലിന്റെ മരിച്ചുപോയവരുടെ ഫലകത്തുമ്പിൽ എഴുതി വെക്കും, അയാൾ ഇന്നാണ്, ജനനം ഇന്ന സമയം, മരണം ഇന്ന സമയം എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. ഉദാഹരണമായിട്ട് വലിയാത്ത ജനനം ഇന്ന കൊല്ലം, മരണം ഇന്ന കൊല്ലം, പേരെടുത്ത കാളകൂട്ടുകാരൻ, പേരെടുത്ത കൃഷിക്കാരൻ, അങ്ങനെയൊക്കെ പലരും പല രീതിയിലും അല്ലെങ്കിൽ അച്യുതൻ മാസ്റ്റർ ഗ്രന്ഥശാല വായനശാല നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ, വലിയ വിദ്യാർത്ഥി സമ്പത്തുള്ള ആൾ, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുടെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ പറ്റി അവരുടെ ശവകുടീരത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്. അതിനാണ് എപ്പിറ്റാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മരിച്ചുപോയ ഓഷോ രജനീഷ് എന്ന് പറഞ്ഞ ഒരു വിവാദ സന്യാസി ഉണ്ടായിരുന്നു. അയാളുടെ ശവകുടീരത്തിൽ എഴുതി, ഓഷോ നെവർ ബോൺ നെവർ ഡൈഡ് only visited the planet Earth. മരിച്ചിട്ടില്ല, ജനിച്ചിട്ടില്ല, ഈ ഭൂമി സന്ദർശിച്ച് തിരിച്ചുപോയി. ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഉന്നതനായ ഒരു കലാകാരനുണ്ടാവും, ചെണ്ടവാദ്യക്കാരനുണ്ടാവും, അല്ലെങ്കിൽ ഉന്നതനായ അല്ലെങ്കിൽ സൽസ്വഭാവിയായ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ആളുണ്ടാവും. അല്ലെങ്കിൽ ഇത്തരം ആളുകളൊക്കെ മരണത്തിൽ ശവകുടീരത്തിൽ നമ്മൾ എഴുതി വയ്ക്കും, ഇന്ന ആൾക്കാരാണ്, ജനനം ഇന്ന ദിവസം, മരണം ഇന്ന ദിവസം, അദ്ദേഹം ഭയങ്കര കൃഷിക്കാരനായിരുന്നു, കാളകൂട്ടുകാരനായിരുന്നു, അല്ലെങ്കിൽ വായനശാല പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ നല്ല തെങ്ങുകയറ്റക്കാരനായിരുന്നു. ഇവർക്കൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ ജോലി ചെയ്യുന്നവനും അവൻ്റെതായ തൊഴിൽ മേഖലകളിൽ പ്രാഗൽഭ്യം കാണിച്ചവർക്ക് ആ കാര്യങ്ങളൊക്കെ അതിൽ ശവകുടീരത്തിൽ എഴുതി വെക്കുന്നതിനാണ് എപ്പിറ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ എപ്പിറ്റാഫുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റവറൻ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അമേരിക്കയിൽ കറുത്ത വർഗക്കാർക്കെതിരെ നടക്കുന്ന അധിനിവേശങ്ങൾക്കെതിരെ പടപൊരുതിയിട്ടുള്ള ശക്തനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ എപ്പിറ്റാഫ് 1929-1968. Free at last, thank God Almighty, I am freed at last. കറുത്ത വർഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അയാളുടെ ശവകുടീരത്തിൽ എഴുതി വെച്ചത്, അവസാനം ഞാൻ സ്വതന്ത്രനായി, ഞാൻ സ്വതന്ത്രനായി, ദൈവമേ നിങ്ങൾക്ക് നന്ദി, ഞാൻ സ്വതന്ത്രനായി. ഇനി പേഴ്സി ബേഴ്സി ഷെല്ലി, ഞാൻ നേരത്തെ പറഞ്ഞ റൊമാൻറ്റിക് പോയറ്റ് ഷെല്ലി, പി ബി ഷെല്ലി, കോൾക്കോട്ട്, nothing of him that doth fade, but doth suffer a sea change into something rich and strange. പിന്നെ വേറൊരു കവി ജോൺ കീറ്റ്സ്, contains all that was mortal of a young English poet who on his deathbed in the bitterness of his enemies desired these words to be engraved on his tombstone, here lies one whose name was written in water. അപ്പോൾ ഓരോ കവികളെക്കുറിച്ചും അവരുടെ അവരുടെക്കുള്ള പ്രത്യേകതകളെക്കുറിച്ചും പ്രത്യേകതകളുമെല്ലാം ഈ എപ്പിറ്റാഫിൽ എഴുതുന്നതാണ്. ഈ ഷെല്ലിയെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നത്തിങ് ഓഫ് ഹിം ദാറ്റ് ഡോത്ത് ഫെയ്ഡ്, ഒന്നും അദ്ദേഹത്തിൽ നിന്നൊന്നും മാഞ്ഞു പോകുന്നില്ല, ബട്ട് ഡോത്ത് സഫർ എ സീ ചേഞ്ച് ഇൻ ടു സംതിങ് റിച്ച് ആൻഡ് സ്ട്രേഞ്ച് എന്നാണ് അദ്ദേഹത്തിൻ്റെ എപ്പിറ്റാഫിൽ എഴുതിയിട്ടുള്ളത്, ജോൺ കീറ്റ്സിൻ്റെ. ഇനി ഇത് ചില പദ്യരൂപത്തിൽ എഴുതാറുണ്ട്, ചില പോയറ്റ് രൂപത്തിൽ എഴുതാറുണ്ട്,
അതിന് എപ്പിറ്റാഫ് പോയം എന്നാണ് പറയുന്നത്. An epitaph poem is a short, memorable poem written on a deceased person's tombstone. അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പലതരത്തിലുള്ള കവിതകൾ എഴുതാവുന്നതാണ്. ഇത്തരത്തിലുള്ള എപ്പിറ്റാഫുകൾ എഴുതാവുന്നതാണ്. ഇപ്പോൾ നാട്ടിലെ പ്രമുഖരായുള്ള ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ പ്രത്യേകതകളുണ്ടാവും. അയാളുടെ ജനനം ഇന്ന സമയത്താണ്, മരണം ഇന്ന സമയത്താണ്, അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഫുട്ബോൾ കളിക്കാരനായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ നാടിൻ്റെ അഭിമാന ഫുട്ബോൾ കളിക്കാരനായിരുന്നു, നമ്മുടെ നാടിൻ്റെ അഭിമാന നീന്തൽ താരമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ അധികം ഏറ്റവും വളരെ കാലം ജീവിച്ച് 110 കൊല്ലത്തോളം ജീവിച്ചവനായിരുന്നു. ഇത്തരത്തിലുള്ള ആളുടെ പ്രത്യേകതകൾ ഭംഗിയിൽ എഴുതുന്നതിനാണ് എപ്പിറ്റാഫ് എന്ന് പറയാം. അപ്പൊ സ്വയം നമുക്കത് എഴുതി മലയാളത്തിൽ എഴുതി അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് പരിശോധിക്കാവുന്ന. അതിനൊരു ഉദാഹരണമാണ് ഈ എപ്പിറ്റാഫ് പോയത്തിന് ഉദാഹരണമാണ് എപ്പിറ്റാഫിനാണ്. ഹിയർ ലൈസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി, ലൈറ്റ് ഓഫ് സ്റ്റെപ്പ് ആൻഡ് ഹേർട്ട് വാസ് ഷീ. ഐ തിങ്ക് ഷീ വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി ദാറ്റ് എവർ വാസ് ഇൻ ദ വെസ്റ്റ് കൺട്രി. പടിഞ്ഞാറൻ നാടുകളിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള പെണ്ണായിരുന്നു. ആ സ്ത്രീയാണ്, ആ പെണ്ണാണ് ഇവിടെ ഉറങ്ങുന്നത്. ഹിയർ ലൈസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി, ലൈറ്റ് ഓഫ് സ്റ്റെപ്പ് ആൻഡ് ഹേർട്ട് വാസ് ഷീ. അത് ഒരു എപ്പിറ്റാഫാണ്. ബട്ട് ബ്യൂട്ടി വാനിഷസ്, ബ്യൂട്ടി passes, however rare it be, and when I crumble, who will remember this lady of the West Germany? ഇനി ഇത്തരത്തിലുള്ള എപ്പിറ്റാഫുകൾ നിങ്ങൾക്ക് നോക്കി കളക്ട് ചെയ്യാവുന്നതാണ്. കളക്ട് ചെയ്തിട്ട് അതിൽ ഒരു സാഹിത്യപരമായ രീതിയിലായിരിക്കും അതിൻ്റെ എഴുത്തുകൾ ഉണ്ടാവുക. ഡയറക്റ്റ് ആയിട്ട് എഴുതില്ല. ആനന്ദത്തിൽ ആറാടിച്ച കഥാകാരൻ, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, അങ്ങനെ അത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് കാവ്യാത്മകമായിട്ടായിരിക്കും എപ്പിറ്റാഫിൽ നമ്മൾ എഴുതേണ്ടത്. പിന്നെ നമ്മൾ ഒബിച്വറി, മരണ സന്ദേശങ്ങൾ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം മരിച്ചു, ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മുടെ നാട്ടിൽ മരിച്ചു, അദ്രൈമാജി മരിച്ചു, അല്ലെങ്കിൽ രാമേന്ദ്രൻ നായർ മരിച്ചു. അപ്പം നമ്മൾ എഴുതും അദ്രൈമാൻ ഹാജി, ജനനം, മരണം, ഇന്ന സ്ഥലം, ഇന്ന സ്ഥലത്ത് ജനിച്ചു മരിച്ചു, അദ്ദേഹത്തിന് ഇത്ര പേരമക്കൾ എന്നുള്ളതൊക്കെ എഴുതിയിട്ട് നമ്മൾ പേപ്പറിൽ കൊടുത്തിട്ട് മരണകോളം എഴുതുന്നതാണ്. അതിനാണ് ഒബിച്വറി എന്ന് പറയുന്നത്. അത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. രാമേന്ദ്രൻ നായർ, അയാൾക്ക് പരേതന് 3 മക്കളുണ്ടായിരുന്നു. ഒരാൾ ഗോപാലൻ, ഒരാൾ രാമൻകുട്ടി, ഒരാൾ അല്ലെങ്കിൽ ലത. ഇവരിന്ന അധ്യാപകരാണ്, ഇവരുടെ ദമ്പതികൾ ഇന്നതാണ്, ഇയാൾ ഇന്ന ആൾ നിർത്ത്, അങ്ങനത്തെ എഴുതി കൊടുക്കുന്ന മരണക്കുറിപ്പിനാണ് ഒബിച്വറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പറുകളിൽ, മാതൃഭൂമി മനോരമ പേപ്പറുകളിലൊക്കെ അതാണ് കൊടുക്കുന്നത്. ഒരു ഒബിച്വറി കേറ്റ് വില്യംസിനെ കുറിച്ച്. ലോസ് ഏഞ്ചലസ്, കേറ്റ് വില്യംസ്, 90 ഷെഫർ ലേക്ക് ലോറൻസ്, died on Sunday, October 2, 2005 on Lady Man. She was owned and operated the Kate Beauty Salon for 60 years. അപ്പോൾ അവൾക്ക് ആ കേറ്റ് ബ്യൂട്ടി സലൂൺ നടത്തിയിരുന്നത് അവരായിരുന്നു. ഷീ സർവൈവ്ഡ് ബൈ 3 sons, എ സിസ്റ്റർ ആൻഡ് എ ബ്രദർ ആൻഡ് ന്യൂമറസ് ഗ്രാൻഡ് സൺ. സർവൈവ്ഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയായ ആൾക്കാർ, അയാൾക്ക് ആരൊക്കെ ഉണ്ട്. ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ബാക്കി അവശേഷിക്കുന്ന ആൾക്കാരാണ് ഈ സർവൈവ്ഡ് ബൈ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഷീ വാസ് സർവൈവ്ഡ് ബൈ 3 sons. ഇപ്പം ഗോപാലൻകുട്ടി മേനോൻ മരിച്ചു, അയാൾക്ക് ഭാര്യ, അയാളുടെ ഭാര്യ, അയാളുടെ 2 കുട്ടികൾ എല്ലാം ഉണ്ട് എന്നുള്ളത് പറയുന്നതാണ്. ഹി സർവൈവ്ഡ് ബൈ 3 sons, എ സിസ്റ്റർ ആൻഡ് എ ബ്രദർ ആൻഡ് ന്യൂമറസ് ഗ്രാൻഡ് സൺസ് ആൻഡ് ഗ്രേറ്റ് സൺ. എ മെമ്മോറിയൽ സർവീസ് വിൽ ബി ഹെൽഡ് ഓൺ October 8 at the Calvin Funeral Home, Hanford, to be followed by a brief service at the grave site in St. John's Valley Memorial Garden Chapel in Garden Entry. അതായത് അവിടെ വെച്ചിട്ട് അവരുടെ ഒരു ശവമടക്ക് നടത്തുന്നതായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഈ ഒബിച്വറിയിൽ ഉണ്ടാവുക. അപ്പോൾ അവിടേക്ക് പങ്കെടുക്കേണ്ട ആൾക്കാർക്കൊക്കെ പങ്കെടുക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് അതിൽ ചെയ്യേണ്ട ഒബിച്വറി, എപ്പിറ്റാഫ് പോയം. എപ്പിറ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ മരണ കുടീരത്തിൽ എഴുതി വെക്കുന്ന, അയാളുടെ ശവകുടീരത്തിൽ എഴുതി വെക്കുന്ന സാധനം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്ലസ് ടുകളിലൂടെ വായിച്ചു പോവുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ക്ലാസ്സുകൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നീട് ഷെയർ ചെയ്യുക. ഇത് കാണുമ്പോൾ ഇതിന് മുന്നേ ഇത് 4ാമത്തെ ക്ലാസ്സാണ്. അതിന് മുന്നുള്ള 3 ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിൽ തന്നെ ഈ പി നാരായണൻ പൂമംഗലത്തിൽ നിന്നുള്ളതിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ,
താങ്ക് യു.